വരദരാജ മുത്തലിയാറിൻ്റെ വലങ്കൈ തോമസ് കുര്യൻ എൻ്റെ കസിനാണ്. ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള ഒരു എക്സ് മിലിറ്ററിക്കാരൻ ചേട്ടനുമായിട്ട് സംസാരിക്കുമായിരുന്നു. പെട്ടെന്ന് പുള്ളി എന്നോട് ചോദിച്ചു, നിനക്ക് വരദരാജ മുത്തലിയാറിനെ അറിയാവുന്നു? ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഒരു വലിയ അണ്ടർവേൾഡ് ഡോൺ അല്ലായിരുന്നോ? അപ്പോൾ പുള്ളി എന്നോട് പറയുക, ഈ വരദരാജ മുത്തലിയാറിൻ്റെ വലങ്കൈ തോമസ് കുര്യൻ എൻ്റെ കസിനാണ്, ഈ നാട്ടുകാരനാണ്, പുള്ളി ഇവിടെയാണ് താമസിച്ചിരുന്നതെന്ന്. ഞാൻ എനിക്കൊരു ഞെട്ടലായിരുന്നു. ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു പുള്ളിയോട്. പുള്ളി അപ്പോൾ പറഞ്ഞ്, ഈ തോമസ് കുര്യനെ കാജാബായി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വരദരാബായി, അതായത് വരദരാജ മുത്തലിയാറിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. പിന്നെ അവർ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ്. പുള്ളി പോയി കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊന്ന് നോക്കി പറഞ്ഞ ശരിയാണോ എന്നറിയാൻ. അപ്പോൾ ഈ തോമസ് കുര്യൻ എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കുന്നുണ്ട്, പക്ഷേ അയാളുടെ ഫോട്ടോയോ കൂടുതൽ ഡീറ്റെയിൽസോ ഒന്നുമില്ല. അപ്പോൾ എനിക്കത് ഇതിനെക്കുറിച്ച് അറിയാൻ കുറച്ച് ആഗ്രഹം വന്നു. അപ്പോൾ ഞാൻ ഒരു ബുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ നോക്കിപ്പോയപ്പോഴാണ് ഒരു PDF എനിക്ക് കിട്ടിയത്. ഡോങ്ക്രി ടു ദുബായ്, ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റായ ഹുസൈൻ സെയ്ദി എഴുതിയ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ് ശരിക്കും അത്. അതിനകത്ത് ഹാജി മസ്താൻ, ദാവൂദ് ഇബ്രാഹിം, അങ്ങനെ ഈ മുംബൈ അണ്ടർവേൾഡിനെ കുറിച്ചെല്ലാം ഒരു സ്റ്റോറി രൂപത്തിൽ വിവരിക്കുന്ന ഒരു ബുക്കാണത്. അതിൻ്റെ 30-ാം പേജിൽ ഈ വരദരാജ മുത്തലിയാറിനെയും തോമസ് കുര്യനെയും ഒക്കെ കുറിച്ച് പറയുന്നുണ്ട്. ഈ തോമസ് കുര്യനെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു മൈഗ്രൻ്റ് ആയിട്ടാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, എന്നോട് ഈ പറഞ്ഞ എക്സ് മിലിറ്ററിക്കാരൻ പറഞ്ഞത് ശരിയായിരിക്കും. കാര്യം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നെറ്റിലോ ഒരിടത്തോ ഈ തോമസ് കുര്യനെ കുറിച്ചില്ല. എനിക്കപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് തോന്നി. നിങ്ങൾക്ക് അണ്ടർവേൾഡിനെ കുറിച്ചുള്ള ഹിസ്റ്ററി ഒക്കെ അറിയണമെങ്കിൽ ഏറ്റവും നല്ലൊരു ബുക്കായിരിക്കും ഡോങ്ക്രി ടു ദുബായ്.